നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡർ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്ന വീഡിയോ സീരീസിലെ 27ാമത്തെ വീഡിയോ ആണിത്. അപ്പം നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും അപ്സ്റ്റോക്സിൻ്റെ ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് ഉപയോഗിച്ചായിരിക്കും നിങ്ങൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ എന്ത് തരം ട്രേഡിംഗ് ആണ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും അറിയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളുടെ അപ്സ്റ്റോക്സിൻ്റെ ബ്രോക്കറിൻ്റെ ടെർമിനലിൽ പോയി ചെക്ക് ചെയ്യാൻ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ വീഡിയോയിലൂടെ ഞാനത് എങ്ങനെ അനായാസമായിട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായ ഇൻഫർമേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പം നിങ്ങളുടെ അക്കൗണ്ട് സെറോദയിലാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ ഓൾറെഡി ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ട്. സെറോദയുടെ ടെർമിനലിൽ പോയി എങ്ങനെ P&L ചെക്ക് ചെയ്യാൻ പറ്റുമെന്ന്. ആ വീഡിയോയും ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നിങ്ങൾ ആദ്യം തന്നെ അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ട് ലോഗിൻ ചെയ്യുക. അപ്പോൾ ലോഗിൻ ആയതിനു ശേഷം നിങ്ങൾക്ക് മുകളിൽ തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം റിപ്പോർട്ട്സ് ആൻഡ് കോർപ്പ് ആക്ഷൻസ് എന്ന് പറഞ്ഞൊരു കാണാൻ സാധിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ യൂസർ ഐ ഡി അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡ് ചോദിക്കും. അപ്പോൾ നിങ്ങളുടെ അപ്സ്റ്റോക്സിൽ എന്താണോ നിങ്ങളുടെ യൂസർ ഐ ഡി, ആ യൂസർ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്ത് സൈൻ ഇൻ ടു അപ്സ്റ്റോക്സ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും, ഇയർ ഓഫ് ബർത്ത്, നിങ്ങളുടെ ജനന വർഷം എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ റിപ്പോർട്ട് എടുക്കേണ്ട പേജിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ റിപ്പോർട്ട്സ് എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് റിപ്പോർട്ട്. അപ്പം അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എല്ലാ റിപ്പോർട്ടും ഞാനിവിടെ വിവരിക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും നോക്കി ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. അപ്പോൾ നമുക്കിവിടെ ഇയർ എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും 2021 ടു 2022. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും ഇക്വിറ്റി. അപ്പോൾ നിങ്ങൾ സെഗ്മെൻറ്റ് ഇക്വിറ്റി ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് സെലക്ട് ചെയ്യാം. നിങ്ങൾ കമ്മോഡിറ്റിയോ കറൻസിയോ എന്തെങ്കിലും ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ സെഗ്മെൻറ്റ് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇയർ എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ ചേഞ്ചസ് വരുത്താൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഏത് കാലയളവ് വേണമെങ്കിലും അവിടെ സെലക്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്കവിടെ കാണാൻ സാധിക്കും ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞ ഒരു 627 രൂപ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ചാർജസ് എന്ന് പറഞ്ഞ ഒരു 86 രൂപ കാണാൻ സാധിക്കും. അതിന് താഴെ നെറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞാൽ 541 രൂപ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡേറ്റ എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞാണ് നമ്മുടെ ഇതുവരെയുള്ള നമ്മുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്. അപ്പോൾ നമുക്കിവിടെ 541 രൂപയാണ് പ്രോഫിറ്റ് ഇതുവരെ കിട്ടിയിരിക്കുന്നത്. ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് 627 നിന്ന് നമ്മുടെ 627 രൂപ പ്രോഫിറ്റ് ഉണ്ടായപ്പം അതിൻ്റെ അകത്ത് കുറച്ച് ട്രാൻസാക്ഷൻ ചാർജസ് പിടിച്ചു. അതിൻ്റെയാണ് 86 രൂപ. അപ്പം 627 നിന്ന് 86 രൂപ കുറച്ച് 541 രൂപയാണ് നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഈ ഒരു ഡ്യൂറേഷനിൽ അപ്പം നിങ്ങൾ ഈ ഒരു നെറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എത്രയാണെന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാർജസ് ചെക്ക് ചെയ്യുക. ഇപ്പോൾ താഴെ അതുപോലെ തന്നെ നമുക്ക് ഡേറ്റ് സെലക്ട് ചെയ്യാൻ സാധിക്കും. 2 കലണ്ടറിൻ്റെ ഓപ്ഷനുണ്ട്, MTF റിപ്പോർട്ട് എന്ന് പറഞ്ഞ്. അപ്പം ആ ഡേറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് 1 മാസത്തെ എടുക്കണമെങ്കിൽ 1 മാസത്തെ എടുക്കാം, അല്ലെങ്കിൽ 1-2 ദിവസത്തെ എടുക്കണമെങ്കിൽ 1-2 ദിവസത്തെ എടുക്കാം. എന്താണേലും അവിടെ ആദ്യത്തെ കലണ്ടറിൽ എന്ന് തൊട്ടാണ് വേണ്ടതെന്നും രണ്ടാമത്തെ കലണ്ടറിൽ എന്ന് വരെയുള്ളതാണ് വേണ്ടതെന്നും സെലക്ട് ചെയ്ത് ഗോ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നെറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആ ഒരു കാലയളവിലുള്ളത് ലഭിക്കുന്നതായിരിക്കും. അപ്പം അതുപോലെ തന്നെ ഈ ചാർജസ് എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ 86 രൂപ എന്തൊക്കെ ചാർജസ് ആണ് അവർ പിടിച്ചതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ കംപ്ലീറ്റ് ലിസ്റ്റ് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും ഏതൊരു ബ്രോക്കറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ട്രേഡിംഗ് സ്റ്റൈല് നല്ല രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. എന്തെങ്കിലും മാറ്റം വരുത്തണോ, ഇതിൽ നല്ല നമ്മുടെ
നല്ല വെൽത്ത് നമുക്ക് ക്യാപിറ്റലിന് ഉണ്ടാകുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന്. അപ്പം നിങ്ങൾ ആരെങ്കിലും പാർട്ട് ടൈമായിട്ട് ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയുള്ള ഒരു കംപ്ലീറ്റ് പ്ലേലിസ്റ്റ് ഞാൻ എൻ്റെ ചാനലിലൂടെ ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റ് എല്ലാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതാണ്. അപ്പം അത് കണ്ട് നിങ്ങൾക്ക് നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വളരെ അനായാസമായിട്ട് ഒത്തിരി ടെൻഷനൊന്നും എടുക്കാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഒരു മികച്ച ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം വെയിറ്റ് ചെയ്ത് നല്ല എൻട്രീസ് എടുത്ത് നല്ല പ്രോഫിറ്റിലേക്ക് എല്ലാവരും വരിക. അപ്പം ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ്.